ഹൈ ബേബ്സ്, വെൽക്കം ബാക്ക്. പിറ്റ് ബേബിൻ്റെ 5ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ലാസ്റ്റ് ബേബിന് ആക്സിഡൻറ്റ് ആവുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ചാർലിയാണ് ആദ്യം അങ്ങോട്ടേക്ക് പോകുന്നത്. അതും കാറിൻ്റെ അടുത്തേക്ക് ചാർലി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ രക്ഷാപ്രവർത്തകർ അവനെ പിടിച്ചു വെച്ചിട്ട് പോലും ബേബിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് ആ ഒരു കത്തുന്ന കാറിൻ്റെ ഉള്ളിൽ നിന്ന് ബേബിനെ പുറത്തേക്ക് ചാർലി കൊണ്ടുവരുന്നുണ്ട്. ചാർലി അവിടെ ബേബിനെ പുറത്ത് സേഫായിട്ട് കൊണ്ട് എത്തിച്ചതിന് ശേഷമാണ് രക്ഷാപ്രവർത്തകർ പോലും അങ്ങോട്ടേക്ക് വരുന്നത്. ബേബിനെ വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്താണ് ബാക്കിയുള്ളവർ അങ്ങോട്ടേക്ക് വരുന്നത്. അവനെ പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ബേബിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് റൂമിലേക്ക് മാറ്റുന്നു. അതിനുശേഷമാണ് ചാർലിയും അലനും വേയും ഒക്കെ കൂടെ അവനെ കാണുന്നത്. അതും അപ്പോഴും ചാർലി തന്നെയാണ് ബേബിന്റെ അടുത്തേക്ക് ആദ്യം ഓടി വരുന്നത്. ഇന്നത്തെ റേസിൽ കിമ്മാണ് ജയിച്ചതെന്ന് അറിയുമ്പം ബേബിന് വിഷമാവുന്നുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം ഇതിനെ റിവെഞ്ച് ചെയ്തിരിക്കുന്ന പറയുന്നുണ്ട്. ആദ്യം നിന്റെ ഹെൽത്താണ് നോക്കേണ്ടത്. ഒരു ഫിസിക്കൽ തെറാപ്പി ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല നിനക്ക് ഈ ഒരു സീസണിൽ റേസ് ചെയ്യാനും പറ്റത്തില്ലെന്ന് പറയാണ്. അപ്പൊ പിന്നെ വേറെ ആരെ ഇനിയിപ്പോ കോമ്പീറ്റ് ചെയ്യാന്ന് ബേബിനാണെങ്കിൽ ആ പല ടെൻഷൻ. ഉണ്ടല്ലോ എന്ന് അലൻ. എന്നാലും ബേബിന് ടെൻഷൻ അങ്ങ് മാറുന്നില്ല. എന്താ നിനക്ക് വേറെ മേലെ വിശ്വാസമില്ലേ എന്ന് അലൻ ചോദിക്കുമ്പം അതുകൊണ്ടല്ല, അവരുടെ ടീമിൽ 2 പേരുണ്ട്. ഇവൻ ഒറ്റയ്ക്ക് എങ്ങനെയാ ചെയ്യാന്ന് ബേബ്. ഇപ്പൊ നീ നിന്റെ ഹെൽത്താണ് നോക്കണ്ടേന്ന് പറഞ്ഞ് അവര് നിൽക്കുവാണ്. ഈ സമയത്ത് ചാർലി ആണെങ്കിൽ ബേബിന്റെ അടുത്ത് കഴിച്ചോന്ന് ചോദിക്കാണ്. ബേബി ഇഷ്ടപ്പെടാത്ത കണക്ക് മൈൻഡാക്കാണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ചാർലി പോയിട്ട് ഫുഡ് എടുത്ത് ബേബിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ അതങ്ങ് തട്ടിയിടുവാണ്. ചാർലിക്ക് വിഷമാവുന്നുണ്ട്. എന്നാൽ ആ ഒരു പാത്രമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ആദ്യം ഹെൽത്ത് നോക്ക്, അടുത്ത സീസണിൽ ബാക്കി കാര്യങ്ങൾ നോക്കാന്നാണ് വേയും പറയുന്നത്. ഇപ്പൊ നീ ഹെൽത്ത് നോക്ക്. ബോഡി കണ്ടീഷൻ ഇമ്പ്രൂവ് ആവുകയാണെങ്കിൽ നമുക്ക് റേസിനെ കുറിച്ച് ആലോചിക്കാം. പിന്നെ നീ ആൽഫി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ റിക്കവർ ആവുമായിരിക്കും എന്ന് അലൻ ബേബിനെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞ് അവരോട് പോവാണ്. ഈ സമയത്ത് ചാർലി ബേബിനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ബേബാണെങ്കിൽ ദേഷ്യത്തില് പോവാൻ പറയാണ്. 2-3 പ്രാവശ്യം പറയുന്നുണ്ട് നിനക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് ഞാൻ പൊക്കോളാന്ന് ചാർലി പറയുമ്പോൾ ബേബാണെങ്കിൽ ഇന്നത്തെ കാര്യത്തിന് നന്നായിട്ട് വഴക്കുറയാണ്. കാറില് സേഫ്റ്റി ഉണ്ട്, പോരാത്തന്നെ ഫയർ സേഫ്റ്റി ആയിട്ടുള്ള സ്യൂട്ടാണ് ഇട്ടതും. പക്ഷെ ചാർലി ആണെങ്കിൽ ഒരു സേഫ്റ്റി എക്യുപ്മെന്റ്സും ഇല്ലാതെയാണ് നേരെ കാറിൻ്റെ അടുത്തേക്ക് വന്നത്. അതിനാണ് ഇപ്പം വഴക്കുറഞ്ഞു കൊടുക്കുന്നത്. ആ സമയത്ത് ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. നിനക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്ന് നിന്നെ കുറിച്ച് വറീഡായിരുന്നു എന്ന് ചാർലി പറയാണ്. ഇനി മേലാൾ ഇങ്ങനത്തെ പരിപാടി ചെയ്തേക്കരുതെന്ന് ബേബി പറയുമ്പം ചാർലി ചിരിച്ചുകൊണ്ട് അപ്പൊ എന്നെക്കുറിച്ച് വറീഡാണോ എന്ന് ചോദിക്കുന്നുണ്ട്. വറീഡായിട്ടൊന്നല്ല, ഇങ്ങനത്തെ മണ്ടത്തരം കാണാതിരിക്കാനാണെന്ന് ബേബ്. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഉറങ്ങണം, നീ പോവാൻ നോക്കുന്ന് ബേബ് പറയുന്നുണ്ട്. കുറച്ച് ദേഷ്യത്തിലാണ് പറയുന്നത്. അപ്പോഴും ചാർലി ബേബിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. പുതപ്പൊക്കെ പൊതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ബേബ് ചാർലീനെ അവിടുന്ന് പറഞ്ഞു വിടുവാണ്. ഇവിടെ വേയും അലനും എന്തായാലും ബേബിന് ഈ ഒരു സീസണിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇത് ജസ്റ്റ് ഒരു ആക്സിഡന്റ് ആയിട്ട് തോന്നുന്നില്ലെന്നും. ഇവിടെ നമ്മുടെ ചാർലി ആണെങ്കിലോ വെള്ളമൊക്കെ ആക്കിയിട്ട് ബേബിന്റെ ശരീരം തുടച്ചു കൊടുക്കാണ്. ആ സമയത്ത് ബേബ് ഉറങ്ങാണ്. നമ്മുടെ ചെക്കനാണെങ്കിൽ കുറെ നേരമായിട്ട് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയ്ക്ക് ബേബ് ഒന്ന് എണീറ്റ് നോക്കുന്നുണ്ട്. എന്നാലും ഉറങ്ങുന്ന അടുക്ക് തന്നെ കിടക്കുന്നു. അങ്ങനെ മേലൊക്കെ തുടച്ചു കൊടുത്തതിന് ശേഷം ചാർലി ബേബിന്റെ കയ്യ് പതിയെ എടുത്ത് ബേബി എണീക്കുന്നുണ്ടോ എന്ന് നോക്കി കയ്യില് ജസ്റ്റ് ആയിട്ടൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. ബേബി എണീറ്റിട്ടില്ലെന്ന് കാണുമ്പം ഒന്നും കൂടെ കിസ് ചെയ്യുന്നുണ്ട്. പിന്നെയും നോക്കുമ്പം ബേബി എണീറ്റിട്ടില്ല. അപ്പൊ ഒരു 3-4 കിസ്സൊക്കെ കൊടുത്തിട്ടാണ് ചാർലി അവിടുന്ന് പോകുന്നത്. ചാർലി പോയി കഴിയുമ്പം ഉറങ്ങിയ പോലെ അഭിനയിച്ചിരുന്ന ബേബ് എണീറ്റിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. ഇവിടെ വിന്നറും അവരുടെ ടെക്നീഷ്യൻസും കൂടെ ഇങ്ങനെ ബേബിന് ആക്സിഡന്റ് പറ്റിയതും അതേപോലെ ഇവരെ ജയിക്കുകയും ചെയ്തല്ലോ, അതിന്റെ 2ന്റെയും കൂടെ ആഘോഷത്തിലാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കിം വരുന്നത്. കിമ്മിന് ഇമാതിരി പരിപാടി ഒന്നും ഇഷ്ടമല്ലല്ലോ. ഇമാതിരി ഒരു ജയം എനിക്ക് തീരെ താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനു ഇമാതിരി വൃത്തിയിട്ട പരിപാടി കാണിച്ചെന്ന് ചോദിച്ച് കിമ്മ് ചൂടാവുന്ന സമയത്ത് നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണം ഇത് ഞാനല്ല ചെയ്തത് എന്ന്. എന്താ വേറെ ആരും ആയിക്കൂടെ? അവന്റെ സംസാരത്തിന് ഉറപ്പായിട്ടും അവൻ എന്നെക്കാട്ട് വലിയ ശത്രുക്കൾ കാണും. അവരാരെങ്കിലും ആയിരിക്കും ചെയ്തത്. വെറുതെ എന്റെ വീട്ടിൽ കയറാണ്ട് നീ ഒന്ന് പോയെന്നും പറഞ്ഞ് വിന്നറ് നീ അല്ലാണ്ട് പിന്നെ വേറെ ആരാവാനാണെന്ന് കിമ്മ് ചോദിക്കുന്നുണ്ട്. അതിങ്ങനെ എനിക്കറിയാമെന്ന് പറഞ്ഞ് വിന്നർ അവിടുന്ന് പോവാണ്. അവൻ പറയുന്ന കേട്ടിട്ട് അവൻ തന്നെയല്ല ചെയ്തത് എന്ന് കൺഫേം ആണ്. കിമ്മിന് ഓരോ പ്രാവശ്യം കാണും തോറും ഭംഗി കൂടി വരുന്ന പോലെ തോന്നുന്നു. നമ്മുടെ കോഴിത്തരത്തിനൊന്നും ഒരളവില്ലാണ്ട് വരുന്നുണ്ട് ഇപ്പം, എസ്പെഷ്യലി എൻ്റെത്. ഇവിടെ എക്സ്100 ടീമിലാണെങ്കിൽ ജെഫിനെയാണ് എല്ലാവരും സംശയിക്കുന്നത്, പ്രത്യേകിച്ച് വേയ്. ബേബിന്റെ കാറ് എവിടെ ഇടിച്ചിട്ടില്ലെന്നുള്ളത് വ്യക്തമാണ്. പിന്നെയുള്ള ഒരേ ഒരു ചാൻസ് കാറില് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജെഫിനെയാണ് എല്ലാവർക്കും സംശയം. അതെന്താ ഞാൻ മാത്രമേ ഇവിടെ ടെക്നീഷ്യൻ ആയിട്ടുള്ളോ?
വേറെ ഒരുപാട് പേരുണ്ടല്ലോ എന്ന് ജെഫ് ചോദിക്കുന്നുണ്ട്. ഒരുപാടായിട്ട് കൂടെയുള്ളവരാണ് ഇവിടെ ഉള്ളത്, നീ മാത്രമാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഭയങ്കരമായിട്ട് ജെഫിനെ അങ്ങ് സംശയിക്കുകയാണ്. ഞാനല്ല ചെയ്തത് എന്ന് ജെഫ് പറയുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കുന്നില്ല. അവൻ പറയുന്നതിലും കാര്യമുണ്ടല്ലോ എന്ന് അലനും പറയുന്നുണ്ട്. അതേ ശരിയാണ്, എവിഡൻസ് ഇല്ലല്ലോ എന്ന് ബാക്കിയുള്ളവരും പറയുന്നുണ്ട്. പക്ഷെ വേണമെങ്കിൽ അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കത്തില്ലെന്നാണോ? എന്നാ പിന്നെ ഇതിലും വലിയതെന്തെങ്കിലും നടക്കുമ്പോൾ വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാണ് വേ നിൽക്കുന്നത്. എൻ്റെ അടുത്ത് എവിഡൻസ് ഉണ്ട് എന്ന് അതിലൊരു പയ്യൻ പറയുന്നു. ജെഫ് നൈറ്റ് ആരും ഇല്ലാത്ത സമയത്ത് ബേബിൻ്റെ കാറിൽ വന്നിട്ട് എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഇവൻ കണ്ടിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. റേസ് സ്റ്റാർട്ട് ആവാറായതുകൊണ്ട് എനിക്കൊരു പുതിയ മെത്തേഡ് കിട്ടിയപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അല്ലാതെ ഞാനും ബേബിൻ്റെ കാർ ആക്സിഡൻറ്റുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ജെഫ് പറയുന്നുണ്ട്. ഇവിടെ ഓൾറെഡി എവിഡൻസ് ഉണ്ട്, നീ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെന്നുള്ളതിൻ്റെ പ്രൂഫ് കാണിക്കുമെന്ന് ബാക്കിയുള്ളവർ പറയാണ്. അപ്പോഴും ജെഫ് അലൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനിത് ചെയ്തിട്ടില്ലെന്ന്. നീ സാധനമൊക്കെ എടുത്ത് പോവാൻ നോക്ക്, ഇനി ഇവിടെ നിൽക്കണ്ട, ജോബ് നിർത്തി പൊക്കോളാനുള്ള രീതിക്കാണ് അലൻ പറയുന്നത്. ഞാനിത് ചെയ്തിട്ടില്ല, എന്നെ നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിന്റെ അനിയനാണെന്ന് പറഞ്ഞേക്കരുത് എന്ന് ജെഫ് അലൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനിവിടുന്ന് പോകണമെന്നാണെങ്കിൽ പൊക്കോളാം, പക്ഷേ ഞാൻ ചെയ്യാത്ത കാര്യത്തിന് കുറ്റം ഏറ്റെടുക്കത്തില്ലെന്ന് ജെഫ്. ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ കുഴപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജെഫ് പറഞ്ഞത് സത്യമാണ്, അവനൊന്നും ചെയ്തിട്ടില്ലെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് ചാർലി വരികയാണ്. എന്താ നീ ഇവൻ്റെ ഭാഗം നിൽക്കുവാണോ എന്ന് വേ ചോദിക്കുമ്പം അതേ ശരിയാണ്, ഇവൻ എൻ്റെ അനിയനാണെന്ന് ചാർലി വരികയാണ്. ഇവർ ബയോളജിക്കലി ബ്രദേഴ്സ് അല്ലെങ്കിലും ഒരുമിച്ചാണ് വളർന്നത്. എൻ്റെ ആകെപ്പാടെയുള്ള ഫാമിലി ഇവനാണെന്ന് ചാർലി പറയാണ്. ഇതൊരുമാതിരി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റ് ആയിപ്പോയി. എന്തായാലും ഇവർ തമ്മിൽ പ്രത്യേകിച്ച് റിലേഷനൊന്നും ഇല്ലെന്ന് അറിഞ്ഞതിൽ സന്തോഷം. നമ്മളെപ്പോലെ തന്നെ ബാക്കിയുള്ളവർ ഷോക്കായി പോകുന്നുണ്ട്. നിങ്ങൾ ബ്രദേഴ്സ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് അത് മറച്ചു വെച്ചത് എന്ന് അലൻ ചോദിക്കുന്നുണ്ട്. ഞാൻ ചാർലീൻ്റെ ബ്രദറാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചാർലി ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ജോലിക്ക് വന്നത് എന്ന് നിങ്ങൾ പറയും. അങ്ങനെ പറയാതിരിക്കോ? ആ ഒരു പേര് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയാത്തത് എന്നാണ് ജെഫ് പറയുന്നത്. ബേബിൻ്റെ കാറിൻ്റെ അടുത്തേക്ക് വേറൊരാൾ വന്നിട്ടുണ്ടായിരുന്നു. അയാളുടെ ഫേസ് കാണാത്തൊരു ഫൂട്ടേജ് ചാർലി അടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഒരു തെളിവ് തന്നെ മതി ജെഫ് ഇത് ചെയ്തിട്ടില്ലെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇവരാരുമല്ല, പുറമേ നിന്നുള്ള ആരോ ആണത്. ജെഫിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് തെളിഞ്ഞല്ലോ. അവനാണെങ്കിൽ അലനെ ഒരുമാതിരി നോക്കിയിട്ടാണ് അവിടുന്ന് പോകുന്നത്. പുറകെ തന്നെ അലനും പോകുന്നുണ്ട്. നിക്ക് ഞാൻ അവരുടെ അടുത്ത് നിൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാൻ പറയാമെന്ന് അലൻ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നെ വിശ്വസിക്കാത്തവരുടെ കൂടെ നിൽക്കാത്തതാണ് നല്ലത്, ഞാനിവിടെ വർക്ക് ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് ജെഫ് പോവാണ്. പിടിച്ചേർത്തിട്ട് ആ ഒരു തെളിവ് നിന്നെ സംശയിപ്പിക്കുന്ന കണക്കാണ് ഉള്ളത്. പോരാത്തതിന് ഞങ്ങളെല്ലാവരും ദേഷ്യത്തിലായിരുന്നു, ഞാനടക്കം. നിന്നോട് ക്ഷമ ചോദിക്കാൻ ഞാൻ അവരുടെ അടുത്ത് പറയാം. ശരിക്കും പറഞ്ഞാൽ പാതി തെറ്റ് ഇതിൽ നിൻ്റെ അടുത്തുണ്ട്. നീ സാധാരണയായിട്ട് ഇവിടെ വർക്കിന് വരുന്ന സമയത്ത് ഒരാളോട് മിണ്ടാറില്ല, എപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്യുക. പിന്നെ എങ്ങനെയാണ് നിന്നെക്കുറിച്ച് അറിയാണ്ട് ഇവിടെയുള്ളവരും നിന്നെ വിശ്വസിക്കുക? നിൻ്റെ അടുത്ത് ഒരു കോണ്ടാക്റ്റ് ഇല്ലല്ലോ എന്നുള്ള രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് അവരെങ്ങനെയാണ് നിന്നെ മനസ്സിലാക്കാന്ന് അലൻ പറയാണ്. അതെൻ്റെ തെറ്റാണെങ്കിൽ സോറി. ഞാൻ എന്തായാലും ഇനി ഇങ്ങോട്ടേക്ക് വർക്കിന് വരുന്നില്ല, ഇനി ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവാണ്. നാളെ വന്നിട്ട് എൻ്റെ സാധനമൊക്കെ എടുത്തോളാമെന്നും പറഞ്ഞ് ജെഫ് അവിടുന്ന് പോവാണ്. ബാക്കിയുള്ളവർ വിശ്വസിക്കാത്തതിനെക്കാട്ടും ജെഫിന് വിഷമം അലൻ അവനെ വിശ്വസിക്കാത്തതാണെന്ന് തോന്നുന്നു. അലനാണേലും ഫീൽ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ജെഫ് കറുപ്പ് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബേബിനെ നോക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. റേസ് കഴിഞ്ഞപാട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് നിനക്ക് വല്ല മേലുവേന എടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞേക്കരുതെന്ന് ബേബി പറയുന്നുണ്ട്. അവരങ്ങനെ ഭയങ്കര കമ്പനിയായിട്ട് സംസാരിച്ച് പറയുന്നുണ്ട് ഇന്ന് ഗ്യാരേജിൽ നടന്ന ആ ഒരു കാര്യം, അതായത് ചാർലീൻ്റെ അനിയനാണ് ജെഫ് എന്നുള്ള കാര്യം. ഇത് നിനക്കറിയായിരുന്നു എന്ന് ചോദിക്കുമ്പം നമ്മുടെ ബേബ് ഇപ്പോഴല്ലേ അറിയുന്നത്. പക്ഷെ ചാർലീൻ്റെ അനിയനാണ് ജെഫ് എന്ന് അറിഞ്ഞതും ബേബിൻ്റെ ഫേസിൽ അമ്മാതിരി ഒരു തെളിച്ചാണ്, ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട്. ഓ, അപ്പം അവര് ബ്രദേഴ്സ് ആണല്ലേ എന്ന് പറയുന്നുണ്ട്. ഇതത്ര ശരിയല്ലെന്ന് തോന്നുന്നോണ്ടാണോ എന്തോ പറയുന്നുണ്ട്. പിന്നെ നീ അവൻ്റെ പുറകെ പോകാൻ നിൽക്കുവാണോ? അവൻ നിന്റെ അടുത്ത് ഈ ഒരു കാര്യം മറച്ചു വെച്ചെങ്കിൽ എന്ത് കള്ളവും അവന് പറയാൻ പറ്റും. അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. നിനക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റിയത് എന്നെ അലനെയും മാത്രമാണ് എന്ന് പറയാണ്. അതെനിക്കറിയാം, നീയാണ് എന്നെക്കുറിച്ച് കൂടുതൽ കെയർ ചെയ്യുന്നത് എന്ന് വെറുതെ പറച്ചിലിന് മാത്രം ബേബ് പറയുന്നുണ്ട്. ചെക്കനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ജെഫും ചാർലിയും തമ്മിൽ പ്രത്യേകിച്ച് വേറെ റിലേഷനൊന്നുമില്ല, ജസ്റ്റ് ബ്രദേഴ്സാണ് എന്നറിഞ്ഞപ്പം ചാർലീൻ്റെ കാര്യത്തിൽ ജലസായിട്ടായിരുന്നു ബേബ് ഇത്രയും ദിവസം ഇമാതിരി ദേഷ്യമൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ വല്ല സ്പൈ ആണെന്ന് വിചാരിച്ചിട്ടായിരിക്കോ എന്നാണ്. ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞാൽ ബേബേ കിടക്കുന്നുണ്ട്. ബേബിൻ്റെ ഫേസിലാണെങ്കിൽ മൊത്തം ഒരു പ്രകാശമാണ്, ഒരു പ്രത്യേക ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ശ്രദ്ധിക്കുന്നുണ്ട്.
ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ബേബ വീട്ടിലേക്ക് വരുന്നുണ്ട്. വടിയും കുത്തിയും നടക്കുന്ന സമയത്ത് വീഴാൻ പോവാണ്. കറക്റ്റായിട്ട് ചാർലി വന്ന് പിടിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോകാൻ പറയുന്നത് എനിക്കറിയാം, എന്നാലും ഈ വടി മാറ്റുന്നവരെങ്കിലും ഞാനിവിടെ നിന്നോട്ടെ, നിനക്കിപ്പോൾ തീരെ വയ്യല്ലോ, ആരെങ്കിലും ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെയാന്നൊക്കെ ചാർലി ചോദിക്കുകയാണ്. സ്റ്റെപ്പ് ഓൺ ആവാതെന്ന് പറയുന്നുണ്ട്. സ്റ്റെപ്പ് ഓൺ ആയിട്ടൊന്നുമല്ല, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും തിന്നട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ ചിക്കൻ പോകാൻ നിൽക്കുമ്പം അവനെ പിടിച്ചവിടെ ഇരുത്തിയിട്ട് ഞാനിപ്പോൾ പോയി ഫുഡ് എടുത്തിട്ട് വരാം, അസുഖമുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന വിധം നല്ല ഫ്ലേവറിൽ കുക്ക് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞ് എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് സാധാരണയായിട്ട് നീ നിൻ്റെ അനിയന് വേണ്ടിയിട്ടാണോ കുക്ക് ചെയ്യാറ് എന്ന് ചോദിക്കുകയാണ്. ചാർലിക്കും അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ഒരു കാര്യം ബേബ് അറിഞ്ഞു എന്ന്. ഞങ്ങൾ ബ്രദേഴ്സ് ആയിട്ടിരിക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചാർലി ചോദിക്കുന്നുണ്ട്. എനിക്കതിനിപ്പോൾ എന്താ കുഴപ്പം, പക്ഷെ നീ എന്തിനിത് ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തതെന്ന് ബേബ് പറയുന്നുണ്ട്. ഹൈഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അല്ലെങ്കിലും ബാക്കി ആരും ഇത് കെയർ ചെയ്യത്തൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് പറയാത്തത് ജെഫ് പറഞ്ഞിട്ടാണ്, അവനാ പറഞ്ഞത് ആരുടെ അടുത്തും പറയണ്ടെന്ന് എന്ന് ചാർലി പറയാണ്. അല്ലേ തന്നെ ബേബിൻ്റെ ചെക്കന് അങ്ങനെ സീക്രട്ടൊക്കെ ബേബിൻ്റെ അടുത്ത് നിന്ന് കീപ്പ് ചെയ്യാൻ പറ്റുമോ? പിന്നെ ഇപ്പം ഞാൻ ബേബിൻ്റെ ബോയ് ആണോ എന്ന് അറിയത്തില്ല എന്നുള്ള രീതിക്ക് അവൻ സംസാരിക്കുന്നുണ്ട്. ഇപ്പം കുറച്ചായിട്ട് ബേബ് അവനെ അവോയ്ഡ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് ബേബാണെങ്കിൽ ചെറുതായിട്ട് പേരിനൊന്ന് ചിരിക്കുന്നുണ്ട്. കുറച്ചേരം അങ്ങനെ നോക്കി നിന്നിട്ട് കിസ് ചെയ്യാണ്. പയ്യന്മാരങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് കിസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ചാർലി പറയുന്നുണ്ട്, വയ്യാതിരിക്കല്ലേ ഇങ്ങനെ അനങ്ങുകയൊക്കെ ചെയ്താൽ കൂടുതൽ വേദന എടുക്കുമെന്ന്, കൂടുതൽ അനങ്ങാണ്ട് തന്നെ ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് ബേബ്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ അനങ്ങിക്കൊള്ളാന്ന് പറഞ്ഞ് ചാർലി അത് കണ്ടിന്യൂ ചെയ്യാണ്. അങ്ങനെ പയ്യന്മാരുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ ബെറ്ററായി വരുന്നുണ്ട്. ഇവിടെ അലൻ ഒരു മീറ്റിംഗ് വിളിച്ച് ചേർക്കുന്നുണ്ട്. ഇവർക്കിപ്പോൾ ചാമ്പ്യൻഷിപ്പിൽ ബേബില്ലല്ലോ, ആകെപ്പാടെയുള്ളത് വേയാണ്, വേൻ്റെ മേലാണ് നമ്മൾ ഹോപ്പ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. നിന്നെ ഒരുപാട് സ്ട്രെസ്ഡ് ആക്കുന്നുണ്ട് എന്നറിയാം, എന്നാലും നമുക്ക് വേറൊരു വഴിയില്ലല്ലോ എന്ന് വേൻ്റെ അടുത്ത് പറയുമ്പം അതൊന്നും കുഴപ്പമില്ല, ബേബിൻ്റെ അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ലേലും എനിക്ക് പറ്റുന്നത്രയും നന്നായിട്ട് ഞാൻ ചെയ്യാമെന്ന് വേഗം പറയുന്നുണ്ട്. സോറി, ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇത് ഫുള്ളായിട്ട് വിടുവാണെന്ന് ബേബും വേൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ചാർലീനെ വിളിക്കുകയാണ്. ചാർലിയും വന്നിട്ട് ബേബിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം ബേക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. എത്രയോ കൊല്ലമായിട്ട് ബേബിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അപ്പം പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പം വിഷമം വരാതിരിക്കുന്നത് എങ്ങനെയാ? ഇതിനുള്ള പേരനെ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ബേബും ചാർലിയും കൂടെ പുറത്തേക്ക് വരുന്ന സമയത്തുണ്ട് അങ്ങോട്ടേക്ക് കിമ്മ വരികയാണ്. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? വെറുതെ ഇപ്പം കളിക്കാനും പ്രശ്നം ഉണ്ടാക്കാനൊന്നും എനിക്ക് നേരെയില്ല എന്നും പറഞ്ഞ് ബേബു പോകാൻ നിൽക്കുമ്പം കിമ്മ സംസാരിക്കുവാണ്. ഓ, നീ എന്നെക്കുറിച്ച് വറീഡാണെന്നാണോ പറഞ്ഞു വരുന്നത്? സ്വാഭാവികമായിട്ടും എൻ്റെ അവസ്ഥയിൽ നിനക്ക് സന്തോഷമാണല്ലോ വരേണ്ടത് എന്നൊക്കെയാണ് ബേബ് സംസാരിക്കുന്നത്. ഇല്ല, ഒരു തുള്ളി പോലും ഞാൻ ഇക്കാര്യത്തിൽ ഹാപ്പിയല്ല. നിൻ്റെ അടുത്ത് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഈ പവർഫുൾ ആയിട്ടുള്ള നീ ഇല്ലാത്തത് കൊണ്ട് ഗെയിം ഒരു രസമില്ല, എൻ്റെ ടൈം വേസ്റ്റ് ആക്കിയ കണക്കാണ് എനിക്ക് തോന്നുന്നത്. നിൻ്റെ കാറിനിങ്ങനെ പറ്റാൻ നീ എന്തിനാ സമ്മതിച്ചതെന്നാണ് കിമ്മ ചോദിക്കുന്നത്. എൻ്റെ ടീമിന് യാതൊരുവിധ കുഴപ്പമില്ല, പുറമേ നിന്നുള്ളവരാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ബേബ്. എനിക്കും കുറച്ച് അന്തസ്സൊക്കെ ഉണ്ട്, ഞങ്ങളല്ല ഇത് ചെയ്തത് എന്ന് കിമ്മ പറയുന്നുണ്ട്. നീ പേഴ്സണലായിട്ട് ചെയ്തിട്ടില്ലായിരിക്കാം, പക്ഷേ വേറെ ആൾക്കാർ ചെയ്യാനുണ്ട് എന്ന് പറയുമ്പം വിന്നർ ഇത് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പാണെന്ന് കിമ്മൻ പറയുന്നുണ്ട്. വിന്നറോ? അല്ലേ തന്നെ അവന് വാക്ക് മാത്രമാണ് കൂടുതലുള്ളത്, അല്ലാതെ ചെയ്യാനൊന്നും അറിയത്തില്ല. ഇത് ചെയ്തതിൻ്റെ പിന്നിൽ ടോണിയാണെന്ന് ബേബ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് അലനാണെങ്കിൽ ആകെപ്പെടെ ഷോക്ക് അടിച്ച് ജെഫ് വന്നിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. വന്നിരുന്നു, അവൻ്റെ സാധനമൊക്കെ എടുത്തിട്ട് പോയി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ വിഷമാവുന്നു. അങ്ങനെ ജെഫിനെ വിളിച്ചു നോക്കുന്നുണ്ട്. കോള് കണ്ടിട്ടും ജെഫ് എടുക്കുന്നില്ലെന്ന് മാത്രമല്ല ബ്ലോക്കും കൂടെ ചെയ്യാണ്. ഇതും കൂടെ ആവുമ്പം അലന് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ട്. ഇവിടെ നമ്മുടെ കിമ്മ് ബേബിൻ്റെ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ ആരാടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് CCTV ഫൂട്ടേജ് എടുത്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അയാളുടെ ഫേസ് കാണുന്നില്ല. വേറെ ക്യാമറയിൽ വല്ലതും കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ ക്യാമറയിൽ നിന്നും ഒഴിഞ്ഞാണുള്ളത്. ക്യാമറ ഇന്ന സ്ഥലത്തുണ്ട് എന്നറിയാവുന്ന ആരാണ് ഇത് ചെയ്തത് എന്നാണ് അവിടുത്തെ കൺട്രോളർ പറയുന്നത്. ഇവിടെ നമ്മുടെ അലനും വേയും കൂടെ ഇവരെ സ്പോൺസർ ചെയ്യുന്ന പീറ്റിനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ബേബിൻ്റെ കാര്യം പറഞ്ഞിട്ടായിരുന്നല്ലോ പീറ്റിനെ ഇത് ഇവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അലൻ സമ്മതിച്ചു തന്നെ, ഒരു തുറുപ്പ് ചീട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ബേബി തന്നെ ഇപ്പോൾ അടിയേറ്റി കിടക്കുന്നതുകൊണ്ട് ഇയാൾക്ക് പ്രോഫിറ്റ് കിട്ടും എന്നുള്ള കാര്യത്തിന് ഉറപ്പില്ലല്ലോ. ചാമ്പ്യൻഷിപ്പ് കിട്ടിയാലല്ലേ ഇയാൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യമുള്ളൂ. അതേപോലെ ഈ ഒരു ആക്സിഡൻറ്റിന് പിന്നിലുള്ള കാര്യം ടോണിയാണ് എന്ന് ഏകദേശം അറിയാമല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ ചാമ്പ്യൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല, നമുക്ക് ഒരുപാട് റേസേഴ്സ് ഉണ്ട്.
വേയാണെങ്കിലും അടിപൊളിയായിട്ട് റേസ് ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. വേ ഹലോ പറഞ്ഞുകൊണ്ട് കൈ നീട്ടുന്ന സമയത്ത് പീറ്റാണെങ്കിൽ കുറേ നേരം നോക്കിയിരിക്കുന്നുണ്ട്. ഒരു താല്പര്യമില്ലാത്ത കണക്ക് തോന്നിയിട്ട് വേ കൈയെടുക്കാൻ പോകുന്ന സമയത്താണ് പീറ്റർ കൈ കൊടുക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഇവരുടെ സ്പോൺസറെ നഷ്ടപ്പെടാണ്ട് രക്ഷപ്പെടുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വേയും പീറ്റും എപ്പോഴാണോ എന്തോ ഒന്ന് സെറ്റ് ആവുക. ഇവിടെ ബേബ് ബാത്റൂമിൽ വന്ന് നോക്കുമ്പം അവൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന മൗത്ത് വാഷ് അവിടെ ഇരിക്കുകയാണ്. നിനക്കെങ്ങനെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന അറിയാവുന്നേന്ന് ചാർലിൻ്റെ അടുത്ത് ചോദിക്കുമ്പം ബേബിന്റെ ബോയ്ക്ക് ഇതൊക്കെ അറിയാതിരിക്കുമെന്ന് ചാർലി. ഇവരിങ്ങനെ ഇവിടെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സമയത്ത് ടോണീൻ്റെ അടുത്ത് വന്നിട്ട് അവൻ്റെ അസിസ്റ്റന്റ് പറയുന്നുണ്ട് എന്തോ ഒരു കാര്യം ടോണി ഓർഡർ ചെയ്തത് നടന്നിട്ടില്ലെന്ന്. അത് പറഞ്ഞു തീർന്നതും ഇങ്ങേരാണെങ്കിൽ ദേഷ്യത്തില് ഇവന്റെ മേത്തേക്ക് ജ്യൂസ് എടുത്ത് ഒഴിക്കുകയാണ്. ആരെയോ ഇവര് വശത്താക്കാൻ നോക്കുന്ന സമയത്ത് പീറ്റിന്റെ ഗ്രൂപ്പ് അയാളുമായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇപ്പം അയാൾ പറയുന്നത് 3 ഇരട്ടി പണം തന്നാലും മാത്രമേ ഇവര് പറയുന്ന കണക്ക് ചെയ്യുള്ളൂ എന്നാണ്. പക്ഷെ നമ്മുടെ അടുത്ത് ഇപ്പം അത്രയും പൈസ ഇല്ലെന്നാണ് അസിസ്റ്റന്റ് പറയുന്നത്. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക, റെഡ് റേസിംഗ് ടീമിനെ നമ്മൾ കൊടുക്കുന്ന ഫണ്ട് അങ്ങ് നിർത്തി വെച്ചേക്ക്, എന്നിട്ട് അയാൾക്ക് പൈസ കൊടുത്തേക്കെന്നാണ് ടോണി പറയുന്നത്. അപ്പം ആ ഒരു ചാമ്പ്യൻഷിപ്പ് എന്ന് പറഞ്ഞ് ആ ചെക്കൻ പറഞ്ഞു വരുമ്പോഴേക്കും ഇവിടെ ചാമ്പ്യൻഷിപ്പ് എന്നല്ല നമുക്ക് ഇമ്പോർട്ടൻറ്റ്, ഡ്യൂട്ടീൻ്റെ ഫീ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് ടോണി നിൽക്കുന്നത്. അതിൽ നിന്നാണ് കൂടുതൽ ലാഭം കിട്ടുന്നതെന്ന്. പീറ്റർ ബാറിലിരിക്കുന്ന സമയത്ത് പീറ്റിൻ്റെ ആളങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ ബേബിൻ്റെ ആ ഒരു ആക്സിഡൻറ്റിന് കാരണമായ ആളെ പെട്ടെന്ന് കാണുന്നില്ല, പ്രൊഫഷണലിനെ കണക്ക് ഒരു ട്രേസ് ഇല്ലാതെയാണ് കാണാണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ടോണീൻ്റെ പണിയാണെന്ന് അവർക്ക് അറിയാലോ. അയാളുടെ അടുത്ത് പൊക്കോളാൻ പറഞ്ഞിട്ട് ബേക്കിലിരിക്കുന്ന ടോണീൻ്റെ ആളുടെ അടുത്ത് എന്തെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കാനുണ്ടെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാൻ പറയാന്ന് പറയുന്നുണ്ട്. ഇവിടെ ബേബ് ആ കോലൊക്കെ ഒഴിവാക്കിയിട്ട് സ്വന്തമായിട്ട് നടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് വീഴാൻ പോകുന്ന സമയത്ത് ചാർലി വന്ന് പിടിക്കുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ ചെയ്തേന്ന് ചോദിച്ചിരിക്കുവാണ്. ബോറടിച്ചിട്ട് മേല എന്നാ പിന്നെ കുറച്ച് നടന്നു പോക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയതാണെന്ന് ബേബും. ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ബേബിനെ കത്തുന്നത്. അവന് ചാർലി അടുത്ത് വന്നത് മനസ്സിലായില്ല എന്നുള്ള കാര്യം. സാധാരണയായിട്ട് ബേബിന് നല്ല കേൾവി ശക്തിയുണ്ട്, അതേപോലെ അടുത്തെന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, സ്മെല്ല് എല്ലാ കഴിവും ഒക്കെ കൂടുതലാണ്. അതുകൊണ്ടാണ് ബേബിനെ അലൻ ആൽഫ എന്ന് പറഞ്ഞതും. പക്ഷെ ഇപ്പം ചാർലി അടുത്ത് വന്നിട്ട് പോലും ബേബിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പം ആകെപ്പാടെ ടെൻഷനായി പോവാണ്, തൻ്റെ ആ ഒരു കഴിവൊക്കെ പോയോന്ന്. ടെൻഷൻ ആവുണ്ടെന്ന് പറഞ്ഞ് ചാർലി കുറേ ആശ്വസിപ്പിക്കാൻ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കണ്ണേട്ടിയിട്ട് സാധാരണയായിട്ട് ഇവൻ്റെ മേത്തേക്ക് എന്തെങ്കിലും എറിയുമ്പോഴേക്കും അവൻ പിടിക്കാറുണ്ടല്ലോ ഒരു സൗണ്ടും സ്മെല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. പക്ഷെ ഇപ്രാവശ്യം നോക്കുമ്പം അത് നേരെ അവൻ്റെ മേത്തേക്ക് വന്ന് വീഴുകയാണ് ചെയ്യുന്നത്. അവനത് മനസ്സിലാക്കാനേ പറ്റുന്നില്ല. തൻ്റെ ആ ഒരു സ്പെഷ്യൽ എബിലിറ്റി പോയി എന്ന് മനസ്സിലാക്കിയിട്ട് ബേബിനാണെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമായി പോവാണ്. ഇപ്പം ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റിയിട്ട് വയ്യാതിരിക്കുന്നുണ്ടാവും. അതൊക്കെ ശരിയാവുന്ന സമയത്ത് ആ ഒരു സെൻസസും ശരിയാവുമെന്ന് ചാർലി പറയുന്നുണ്ട്. ഈ ഒരു കാര്യം ബേബി നേരെ പോയിട്ട് അലൻ്റെ അടുത്ത് പറയുന്നുണ്ട്. തൽക്കാലത്തേക്ക് വേൻ്റെ അടുത്ത് ഇക്കാര്യം പറയേണ്ടെന്നും അവന് റേസിൽ മരിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറയുന്നുണ്ട്. തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ചാർലി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവനിങ്ങനെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന കണ്ടിട്ട് ആ ഒരു സെൻസിൻ്റെ കാര്യം വെച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ ഒരു പേഴ്സൺ ആവുന്നത് പേടിച്ചിട്ടാണോ എന്ന്. സാധാരണ ഒരു പേഴ്സൺ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ തീരെ വറുത്തല്ലാതാവും എന്ന് ബേബും പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാർലി ചോദിക്കുകയാണ്, ഇപ്പം ബേബിൻ്റെ സ്ഥാനത്ത് മത്സരിക്കാനായിട്ട് ആരും ഇല്ലല്ലോ, അപ്പം ആ ഒരു സ്ഥാനത്തേക്ക് ഞാൻ റേസിന് പോട്ടേന്ന്. എന്തുവാ നീ പറയുന്നത്? എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന കണക്കല്ല അവിടെ റേസിന് പോകുന്നത് എന്ന് ബേബ് പറയുന്നുണ്ട്. എനിക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിലും റെഡ് റേസിംഗ് ടീം പെട്ടെന്നൊന്നും ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ശ്രമിക്കാമല്ലോ എന്ന് ചാർലിയും പറയുന്നുണ്ട്. ഇതാ നോക്ക്, നിനക്ക് ഈ ഒരു റേസിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ 10 ഇരട്ടി ട്രെയിനിങ് നീ ചെയ്യേണ്ടി വരുമെന്ന് ബേബ് പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ റെഡിയാണെന്ന് ബേബ് ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നു. ബേബ് പറഞ്ഞു നടക്കാൻ തന്നെ ഒരുപാട് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവുന്നതായിട്ട് തോന്നുന്നില്ല. പറയുന്ന കണക്ക് ചെയ്യാഞ്ഞിട്ട് ബേബിൻ്റെ അടുത്ത് നിന്ന് നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ നേരെ മറ്റേ ആൻറ്റീൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, വേൻ്റെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം വന്നേ ആ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നമ്മുടെ ചെക്കനെയും കൂട്ടിയിട്ട് ബേബി വരുവാണ്. ബേബിൻ്റെ മേത്തുള്ള മുറിവ് ഉണങ്ങിയിട്ട് ആ പാടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചാർലി ഒരു ഓയിൽമെൻ്റ് ഒക്കെ തേച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ചിരിച്ച് ആസ്വദിച്ചാണ് ബേബി ഇരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഭയങ്കര ലവ്ലി ആണെന്ന്. ഞാൻ ലവ്ലി ആണെങ്കിൽ എന്നെ ഒരുപാട് ലവ് ചെയ്യുക, ഇങ്ങനെ വഴക്കുറയുന്ന കുറച്ച് കുറയ്ക്കുന്നു ചാർലി. എന്നിട്ട് കവളിലൊരു കിസ് കൊടുക്കാണ്. നിനക്കിപ്പോൾ ഗഡ്സ് കുറച്ച് കൂടി ഇരുന്നുണ്ട് എന്ന് ബേബ്. അത് നിങ്ങളുടെ കവള് കിസ് ചെയ്യാൻ നല്ലതാണ്, അതുകൊണ്ടാണെന്ന് ചാർലി. ബേബാണെങ്കിൽ ചാർലീൻ്റെ അടുത്ത് കൂടുതലായിട്ട് വീണുകൊണ്ടേ ഇരിക്കുകയാണ്. ചാർലി ആണെങ്കിൽ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ എന്തിനാ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള പപ്പീനെ പോലെ ഇരിക്കുന്നേന്ന് ബേബ ചോദിക്കുന്ന സമയത്ത്
ഇങ്ങനെ സാധാരണ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ വന്ന് നിങ്ങൾ കഴിക്കുമോയെന്ന് അത്ഭുതപ്പെട്ടിരിക്കുകയാണെന്ന് ചാർലി. അതെന്താണ് ഞാനിവിടെയൊക്കെ വന്നാൽ ഞാൻ ജനിച്ചപ്പോഴേ തന്നെ ഭയങ്കര ലക്ഷറിയസ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിച്ചല്ല ജീവിച്ചത് എന്ന് ബേബ്. പണ്ടൊക്കെ അലൻ്റെ കൂടെ ട്രെയിനിങ്ങിന് വന്ന സമയത്ത് ഒരുപാട് ഇങ്ങോട്ടേക്ക് ആൻറ്റീൻ്റെ ഫുഡ് കഴിക്കാൻ വരാറുണ്ടായിരുന്നു എന്ന് പറയാണ്. എപ്പോഴാണ് അലൻ്റെ കൂടെ ട്രെയിനിങ്ങിന് പോയി ചേർന്നത് എന്ന് ചാർലി ചോദിക്കുന്നുണ്ട്. ഇതെന്താ നീ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നീ എൻ്റെ ഫാനാണെന്നല്ലേ പറഞ്ഞത്, എന്നെക്കുറിച്ചെല്ലാം നിനക്ക് അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇനിയിപ്പോൾ അതും കള്ളമാണോ എന്ന് ബേബ് ചോദിക്കുകയാണ്. ഈ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്നതിനെക്കാട്ടും ചില കാര്യങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുന്നതാണ് ബെറ്റർ എന്ന് ചാർലി. അങ്ങനെ ബേബ് ചിരിച്ചുകൊണ്ട് തന്നെ പറയാനും തുടങ്ങുന്നുണ്ട്. 18 വയസ്സിൽ ടോണീൻ്റെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കി വന്ന സമയത്തായിരുന്നു അലൻ്റെ അടുത്തേക്ക് പോയത്. മെക്കാനിക്കിന് ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന സമയത്ത് നിനക്ക് എന്താ അറിയാവുന്നതെന്ന് ചോദിക്കുകയാണ്. ഒന്നും അറിയത്തില്ലെന്ന് ബേബ് ചിരിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട്. അലനാണെങ്കിൽ അവിടെയുള്ള വീലൊക്കെ വൃത്തിയാക്കാൻ വേണ്ടി കൊടുക്കുവാണ്. അങ്ങനെ ഒരു കാറൊക്കെ സെറ്റാക്കി നിൽക്കുന്ന സമയത്ത് ബാക്കി എല്ലാവരും പോയി കഴിയുമ്പം ബേബാണെങ്കിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് നോക്കി ഭയങ്കര ആഗ്രഹത്തോടെ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഓരോന്നും തൊട്ടൊക്കെ നോക്കി ഭയങ്കരമായിട്ട് സന്തോഷിച്ച് ഇരിക്കുന്ന സമയത്ത് അലൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പെർമിഷൻ ഇല്ലാണ്ടല്ലേ ഇങ്ങനെ കയറിയിരുന്നത്, അയ്യോ സോറി എന്നും പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് അതൊന്നും സാരമില്ല, നിനക്ക് റേസർ ആവാനാണോ ആഗ്രഹം എന്ന് അലൻ ചോദിക്കുന്നുണ്ട്. ഇവനും ഭയങ്കര ചിരിച്ചുകൊണ്ട് അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലൻ എങ്ങനെയാണ് എൻജിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് തുടങ്ങിയത്, ഇപ്പോഴും ഭയങ്കര ഹാർഡായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അലൻ അപ്പോഴേ തന്നെ എന്തൊരു നല്ല പേഴ്സൺ ആണെന്ന് നോക്കിയത്. അങ്ങനെ അതിനുശേഷം എന്നും എല്ലാ നൈറ്റും ഡേയും അടക്കം എപ്പോഴും സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ ബേബ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. അവൻ്റെ ഒരേ ഒരു ലക്ഷ്യം നമ്പർ 1 ആവാന്നുള്ളതായിരുന്നു. ആവുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് ഇപ്പോഴും പരിശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ ബേബ് പറഞ്ഞു കഴിയുമ്പം ചാർലി ആണെങ്കിൽ ഭയങ്കര കാര്യമായിട്ട് ബേബിനെ തന്നെ നോക്കിയിരിക്കാണ്. എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പം നിങ്ങൾ ഭയങ്കര ഗ്രേറ്റ് ആണ്, അപ്പം തുടങ്ങിയ പ്രാക്ടീസാണ്, ഇപ്പോഴും ഭയങ്കര ഹാർഡായിട്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ചാർലി. എന്തെങ്കിലും കാര്യം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹാർഡായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം, നിർത്താൻ പറ്റുന്നതല്ലെന്ന് ബേബും പറയുന്നുണ്ട്. അല്ലെങ്കിലും അത് ശരിയാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലത്തേക്ക് മാത്രം ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കാര്യമില്ല, കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ഹാർഡ് വർക്ക് തുടർന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ, എത്തിയാൽ തന്നെ അവിടെ നിൽക്കാനും പറ്റുള്ളൂ. ചാർലി പറയുന്നുണ്ട് ബേബി പ്രാവശ്യം ആ ഒരു ചാമ്പ്യൻഷിപ്പ് ജയിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ, ഫസ്റ്റ് പ്ലേസിൽ എന്തായാലും നല്ല ഹൈ സ്കോറിൽ നിൽക്കുന്ന എന്തായാലും ബേബി തന്നെ ആണല്ലോ എന്ന്. അത് നിനക്ക് അറിയാഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് പ്ലേസിൽ നിന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഒന്നും അല്ലാണ്ടാവും എന്ന് ബേബി പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നത്, ഒരിക്കലും നിന്റെ ലോകത്ത് നീ മാത്രമാണെന്ന് വിചാരിക്കരുത്, ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് ചാർലി പറയാണ്. ആ ഒരു പറച്ചില് ബേബിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞ് ചാർലിൻ്റെ കവിളിൽ പിടിച്ച് കിള്ളുന്നുണ്ട്. ഓരോരോ നിമിഷം കഴിയും തോറും ബേബിന് ചാർലിൻ്റെ അടുത്തുള്ള ഇഷ്ടം കൂടി വരികയാണ്. ഇവിടെ അലൻ ടീമിൽ എല്ലാവരെയും വിളിച്ചിട്ട് നമുക്കിപ്പം ഒരു റേസറിനെയും കൂടെ ആവശ്യമുണ്ടെന്ന് പറയുവാണ്. വേയ്ക്ക് ഒറ്റയ്ക്ക് അത് ഹാൻഡിൽ ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും, തൽക്കാലം ഒന്ന് ബാക്കിയുള്ളവരെ ഡിഫെൻഡ് ചെയ്യാനെങ്കിലും ഒരാളെ വേണമെന്ന്. സോണിക്കൊക്കെ ആണെങ്കിൽ ഞങ്ങളാ അതൊക്കെ നടക്കുന്ന കാര്യമാണോന്നും ചോദിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ഡീൻ പറയുന്നുണ്ട് ഞാൻ ചെയ്യാന്ന്, വേറെ ആർക്കും ഒബ്ജക്ഷൻ ഇല്ലെങ്കിൽ എന്നാൽ പിന്നെ നമുക്ക് ഡീനെ തന്നെ തിരഞ്ഞെടുക്കാന്ന് അലനും പറയുന്ന സമയത്ത് എനിക്കൊരാളെ സജസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ബേബ് വരുന്നുണ്ട്. ചാർലിയാണെന്ന് അറിയുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇത് നടക്കൂല, നമ്മുടെ ടീമിലെ വേറെ ആരെങ്കിലും തന്നെ സെലക്ട് ചെയ്താൽ മതി, ഇവിടെ ഇത്രയും പേര് ഉണ്ടല്ലോ എന്ന്. ഡീനിനെ എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എന്നാലും വേറൊരു ഓപ്ഷൻ കൂടി ഉള്ളത് നല്ലതല്ലേ എന്ന് ബേബ് ഡീൻ്റെ അടുത്തും പറയുന്നുണ്ട്. ശരി ഓക്കെ എന്ന് അലനും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊന്നും അങ്ങനെ അവനെ ടീമിലേക്ക് എടുക്കത്തില്ലെന്ന് പറയാണ്. അങ്ങനെ അടുത്ത ദിവസം റേസിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ചാർലിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, ചെക്കൻ്റെ കൈക്ക് ഇങ്ങനെ കടകടയെന്ന് വിറയ്ക്കുന്നുണ്ട്. ബേബ് അങ്ങോട്ടേക്ക് വന്ന് ചാർലിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് ഇതെന്താ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ നീ എങ്ങനെ ഓടിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്തത് എങ്ങനെയാണോ അതേ കണക്ക് പോയിട്ടങ്ങ് ചെയ്താൽ മാത്രം മതി, ടെൻഷൻ ആവുമെന്ന് വേണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. സ്യൂട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നു. അപ്പോഴേക്കും ഡീനും റെഡി ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് അലൻ അങ്ങോട്ടേക്ക് വരുമ്പം ഇവനെ ഞാൻ ജയിക്കുവാണെങ്കിൽ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമല്ലോ എന്ന് ഡീൻ ചോദിക്കുകയാണ്. അതിന് നിങ്ങൾ തമ്മിലാണ് മത്സരിക്കുന്നതെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ ബേബിൻ്റെ കൂടെ വേണം മത്സരിക്കാൻ, അവനെ ആരാണോ തോൽപ്പിക്കുന്നത് അയാൾക്ക് ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്ന് അലൻ പറയാണ്. ഹാലോൻ്റെ കിങ് ആയിട്ടുള്ള റേസിങ്ങിൻ്റെ കിങ് ആയിട്ടുള്ള ബേബിനെ തോൽപ്പിക്കാന്ന് പറയുന്നത് കുറച്ച് കഷ്ടമാണല്ലോ. ചാർലി അടക്കം ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഇങ്ങനെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സീന് കാണിച്ചുകൊണ്ടാണ് 5ാമത്തെ എപ്പിസോഡ് കഴിയുന്നത്. എന്തായാലും നല്ലൊരു എപ്പിസോഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ചാർലിൻ്റെ അടുത്തുള്ള അഭിപ്രായം പൂർണ്ണമായിട്ടും മാറി ഒരു വിശ്വാസമൊക്കെ വന്നിട്ടുണ്ട്.